ഹായ്, ഞാൻ ബിജു, എളമക്കര ഫുട്ബോൾ അക്കാഡമിയുടെ ഹെഡ് കോച്ച്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഫുട്ബോളിൻ്റെ അടിസ്ഥാന ടെക്നിക്കായ പാസിങ്ങിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഫുട്ബോളിൽ ഏറ്റവും അത്യാവശ്യമുള്ളതും ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളതും എന്നാൽ വൈദഗ്ധ്യം നേടാൻ ഏറ്റവും പാടുമുള്ള ഒരു ടെക്നിക്കായ ഡ്രിബിളിങ്ങിനെ പറ്റിയാണ് ഇന്ന് ഡ്രിബിൾ ചെയ്യുമ്പോൾ ബൂട്ടിൻ്റെ 3 ഭാഗമാണ് ഉപയോഗിക്കുന്നത്. ബൂട്ടിൻ്റെ ഔട്ട്സൈഡ്, ഇൻസൈഡ് ആൻഡ് സോൾ ഓഫ് ദി ബൂട്ട്. ബൂട്ടിൻ്റെ ഔട്ട്സൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറുവിരൽ തുടങ്ങി മുകളിലേക്കുള്ള ഭാഗവും, ഇൻസൈഡ് എന്ന് പറയുമ്പോൾ ഈ മുഴുവൻ ഭാഗവും, സോൾ ഓഫ് ദി ഫുട്ട് എന്ന് പറയുമ്പോൾ ബൂട്ടിൻ്റെ അടിവശമാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ബൂട്ടിൻ്റെ ഔട്ട്സൈഡിൽ ഉപയോഗിക്കുന്നത് നമ്മൾ ബോൾ മുന്നോട്ട് ഡ്രിബിൾ ചെയ്യാനും, ബൂട്ടിൻ്റെ ഇൻസൈഡ് നമ്മൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ ആ ബോൾ കുറച്ചുകൂടി കൺട്രോളിലാക്കാനും, സോൾ ഓഫ് ദി ഫുട്ട് ഉപയോഗിക്കുന്നത് ഒരു ഡിഫൻഡർ നമ്മുടെ മുന്നിൽ വരുമ്പോൾ ആ ബോൾ പൂർണ്ണമായും നമ്മുടെ പരിധിയിൽ വെക്കാനുമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ബോൾ മുന്നോട്ട് ഡ്രിബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമ്മൾ ഏത് കാല് വെച്ചാണോ ബോൾ ടച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാലിൻ്റെ ടോ താഴത്തേക്ക് പോയിൻ്റ് ചെയ്യുക, എന്നിട്ട് ഔട്ട്സൈഡ് ഫുട്ട് വെച്ചിട്ട് നമ്മൾ ഡ്രിബിൾ ചെയ്യുക. ഇതാണ് ബോൾ മുന്നോട്ട് പോകുമ്പോഴുള്ള യഥാർത്ഥ ടെക്നിക്ക്. നിങ്ങൾക്കറിയാം, ഫുട്ബോളിൽ ഒരിക്കലും നമ്മൾ സ്ട്രെയിറ്റ് ലൈനിലല്ല ഡ്രിബിൾ ചെയ്യേണ്ടത്, നമുക്ക് എപ്പോഴും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ബോൾ മുന്നോട്ട് ഡ്രിബിൾ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യേണ്ടി വരുമ്പോഴാണ് നമ്മൾ ഇൻസ്റ്റെപ്പ് ഉപയോഗിച്ച് ബോൾ ടേൺ ചെയ്യുന്നത്. എപ്പോഴാണോ ഒരു ഡിഫൻഡർ മുന്നിൽ വരുന്നത് അപ്പോൾ ബോൾ പൂർണ്ണമായും നമ്മുടെ പരിധിയിൽ നമ്മുടെ ശരീരത്തോട് ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് നമ്മൾ സോൾ ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ കാലിൻ്റെ പൊസിഷൻ എങ്ങനെയായിരിക്കണമെന്ന്. ഇനി പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലുമായിട്ട് എത്ര ഡിസ്റ്റൻസിൽ വേണം എന്നുള്ളതിനെ പറ്റിയാണ്. നമ്മുടെ ഓട്ടത്തിൻ്റെ, അതായത് ബോളില്ലാതെ നമ്മൾ എങ്ങനെ ഓടുമ്പോൾ ആ സ്ട്രൈഡ് ബ്രേക്ക് ചെയ്യാതെ വേണം നമ്മൾ ബോൾ കൊണ്ട് പോകുമ്പോഴും നമ്മൾ മൂവ് ചെയ്യാൻ. അതുകൊണ്ട് ഓരോ സ്ട്രൈഡും നമ്മൾ ബോൾ വെച്ച് മൂവ് ചെയ്യുമ്പോഴും ബോളുമായിട്ട് കാല് കോൺടാക്റ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ ബോൾ ഡ്രിബിൾ ചെയ്യുമ്പോൾ നമ്മുടെ മുട്ട് ചെറുതായി ബെൻഡ് ചെയ്യുകയും നമ്മുടെ ശരീരം ബോളിൻ്റെ മീതയിലേക്ക് കുറച്ച് മുന്നോട്ട് ബെൻഡ് ചെയ്യുകയും ചെയ്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. നമുക്കറിയാം, ഫുട്ബോൾ ഒരിക്കലും നേരെ നമുക്ക് കളിക്കാൻ പറ്റുകയില്ല. നമുക്ക് വളരെ വേഗത്തിൽ പല വശത്തേക്കും നമുക്ക് മൂവ് ചെയ്യേണ്ടി വരും. അപ്പോഴെല്ലാം നമ്മുടെ ശരീരത്തിനെ ബാലൻസ് ചെയ്യുന്നത് നമ്മുടെ കോർ മസിലുകളും നമ്മുടെ കൈകളുമാണ്. അപ്പോൾ നമ്മൾ ഡ്രിബിൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ കൈ എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്നത് കുട്ടികൾ ഡ്രിബിൾ ചെയ്യുമ്പോൾ വരുത്തുന്ന പൊതുവായ ചില മിസ്റ്റേക്കുകളെ പറ്റിയാണ്. സാധാരണ തുടക്കക്കാരായ കുട്ടികൾ ഡ്രിബിൾ ചെയ്യുമ്പോൾ അവരുടെ ബൂട്ടിൻ്റെ ഉൾവശം ഉപയോഗിച്ചിട്ടാണ് കൂടുതൽ ഡ്രിബിൾ ചെയ്യാറ്. കാരണം അതൊരു സൗകര്യമാണ്, കൂടുതൽ സ്പേസ് ടച്ച് ചെയ്യാൻ കൂടുതൽ സ്ഥലമുള്ളതുകൊണ്ടാണ് അവരത് ഉപയോഗിക്കുന്നത്. പക്ഷേ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ വേഗത വളരെയേറെ കുറയും എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന പോരായ്മ. നമുക്ക് കാണാൻ കഴിയും, നമ്മൾ യഥാർത്ഥ ടെക്നിക്ക്, അതായത് നമ്മുടെ ഔട്ടർ ഫുട്ട് വെച്ച് നമ്മൾ ഡ്രിബിൾ ചെയ്യുമ്പോൾ നമ്മുടെ ബോൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കാല് നിലത്ത് കുത്തുമ്പോൾ ശരിക്കും നമ്മുടെ റണ്ണിങ് പൊസിഷനിൽ തന്നെയാണ് കുത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ ഓട്ടത്തിനെ അത് യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല. എന്നാൽ നമ്മൾ ഇൻസ്റ്റെപ്പ് ഉപയോഗിച്ച് നമ്മൾ ഡ്രിബിൾ ചെയ്യുമ്പോൾ നമ്മുടെ കാല് ലാൻഡ് ചെയ്യുന്നത് ഒരു ഓക്വേർഡ് പൊസിഷനിലാണ്. അതുകൊണ്ട് നമുക്കതിൽ നമ്മുടെ വേഗതയെ വളരെ കാര്യമായി ബാധിക്കും. നമുക്കൊരിക്കലും സ്പീഡ് കിട്ടുന്നതല്ല. കുട്ടികളിൽ കണ്ടുവരുന്ന വേറൊരു മിസ്റ്റേക്കാണ്, അവർ ഡ്രിബിൾ ചെയ്യുമ്പോൾ അവർ മിക്കവാറും ബോളിൽ തന്നെയായിരിക്കും അവരുടെ നോട്ടം. അപ്പോൾ വളരെ താഴത്തേക്ക് അവർ നോക്കുമ്പോൾ അവർക്ക് ചുറ്റും പരിസരമൊന്നും കാണാൻ കഴിയുന്നതല്ല. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡ്രിബിളിങ്ങിൻ്റെ യഥാർത്ഥ ടെക്നിക്ക് നമ്മൾ ബോഡി കുറച്ച് മുന്നോട്ട് ബെൻഡ് ചെയ്ത് ബെൻഡ് ചെയ്യണം. പക്ഷേ ഡ്രിബിൾ ചെയ്യുമ്പോൾ നമ്മുടെ തല കൂടുതൽ താഴത്തേക്ക് വരാതെ നോക്കുകയും വേണം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ കുട്ടി ഇതേപോലെ തല താഴ്ത്തി ഡ്രിബിൾ ചെയ്താൽ അവൻ്റെ ആ ഗ്രൗണ്ടിൽ അവൻ്റെ പൊസിഷനെ പറ്റിയോ അല്ലെങ്കിൽ എതിർ ഡിഫൻഡർമാരെ പറ്റിയോ അല്ലെങ്കിൽ അവൻ്റെ സ്വന്തം സഹകളിക്കാരെ പറ്റിയോ കാണാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കാൻ പറ്റും. സാധാരണഗതിയിൽ ഒരു കുട്ടി എങ്ങനെയാണോ അവൻ വളരെ സ്പീഡിൽ ഓടുന്നത്, അതേപോലെ തന്നെ നമ്മൾ ബോൾ കൊണ്ട് ഡ്രിബിൾ ചെയ്യുമ്പോഴും അതേ രീതിയിൽ തന്നെ നമ്മുടെ കൈ ചലിപ്പിക്കുകയും, നമ്മൾ ബോളില്ലാതെ നമ്മൾ സൈഡിലേക്കോ പെട്ടെന്ന് തിരിയുമ്പോൾ നമ്മുടെ കൈ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ബോൾ കൊണ്ട് പോകുമ്പോഴും ഉപയോഗിക്കേണ്ടതാണ്. എളമക്കര ഫുട്ബോൾ അക്കാഡമിയുടെ അടുത്ത അധ്യായത്തിൽ നമുക്ക് പുതിയൊരു ടെക്നിക്ക് പരിചയപ്പെടാം.